ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമാർന്ന ഒരു ന്യൂസ് പേപ്പർ ക്രാഫ്റ്റുമായിട്ടാണ്. ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബേസിൽ 3 കാലോട് കൂടിയ അതിമനോഹരമായ ഫ്ലവർ വേസ് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചിലപ്പോൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഡിസൈൻ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അല്ലേ? അപ്പം നമുക്കിത് മേക്കിങ്ങിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജു വിമൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങളും ഉപയോഗിക്കുന്ന ടൂളുകളും ഞാൻ വീഡിയോയിൽ കൃത്യമായി പറയാം. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ന്യൂസ് പേപ്പർ പീസസ് സ്റ്റീൽ റോഡിൻ്റെ സഹായത്തോടെ ഒന്ന് റോൾ ചെയ്ത് കുറച്ച് പേപ്പർ ട്യൂബ്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് 2 പേപ്പർ ട്യൂബ്സ് വീതം ഇതുപോലെ റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ 60 പീസസാണ് ഞാൻ ഇതിനായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് ചെയ്യാനായിട്ട് ഇതേ ഷേപ്പിലുള്ള 3 പീസുകൾ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡൊക്കെ സ്കെയിലും പേപ്പർ കട്ടറും ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. 3 പീസും കൂടെ ഒന്ന് പരസ്പരം ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു സർക്കിൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട്, അതായത് 120 ഡിഗ്രി വീതം മാർക്ക് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഈ ലൈനിലേക്ക് ഇത് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇത് ഉണങ്ങിയ ശേഷം വേറൊരു കാർഡ്ബോർഡിലേക്ക് മാറ്റി ഒട്ടിക്കണം. ഇനി ആ ഒട്ടിച്ചു വച്ചിരിക്കുന്ന പേപ്പർ റോൾസ് ഓരോന്നായി എടുത്ത് ഒന്നിനു മീതെ ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഈ കാർഡ്ബോർഡ് ഷേപ്പിൻ്റെ സൈഡിൽ ടച്ച് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ വേണം ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇത് സൈഡിലൊന്ന് ടച്ച് ചെയ്താൽ മാത്രം മതിയാവും, ഗ്ലൂ അപ്ലൈ ചെയ്യരുത്. ഇങ്ങനെ ടച്ച് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഷേപ്പ് കിട്ടുകയുള്ളൂ. ഈ പേപ്പർ പീസിൻ്റെ ടോപ്പിൽ മാത്രം ഗ്ലൂ തേച്ചാൽ മതിയാവും. ഇതേപോലെ തന്നെ ഇതിൻ്റെ 3 കാലുകളും ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ കാർഡ്ബോർഡ് എടുത്തിരിക്കുന്നത്. ഇത് ഉണങ്ങിയ ശേഷം 3 കാലുകളും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസ് ക്ലീൻ ആക്കി എടുക്കണം. ഇനി ഇത് പുട്ടിയിടണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പുട്ടി ചോക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്യാനായിട്ട് DDL ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പുട്ടി ഇടുന്നതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് പേപ്പർ പീസസ് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ പോർഷനും ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ പീസ് ഒട്ടിക്കുന്നത്. അതിനായിട്ട് ഞാൻ ട്രയാങ്കിൾ ഷേപ്പിൽ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചുളിവില്ലാതെ ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ 3-4 ലെയർ ഒട്ടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഗ്യാപ്പൊക്കെ ഫില്ലായി കിട്ടുകയുള്ളൂ. ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നല്ലപോലെ ഒട്ടിക്കണം, ഇല്ലെങ്കിൽ ഈ പുട്ടി ഇടുമ്പോൾ ഇതിനകത്തുനിന്ന് ഇളകി വരും ചാൻസ് ഉണ്ട്. ഇതേപോലെ ബാക്കി 2 പീസും ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഇനി പുട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് പുട്ടി ചോക്ക് പൗഡർ എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് DDL ഫെവിക്കോൾ ഒഴിച്ച് ഒരു കമ്പോ ബ്രഷിൻ്റെ പിടിയോ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഓരോ പീസിലും കുറേശ്ശെ എടുത്ത് തേച്ച് റെഡിയാക്കി എടുക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെക്കാട്ടിലുമൊക്കെ കുറച്ചുകൂടി ബലമായിരിക്കും നമ്മൾ ഈ പുട്ടി ചോക്ക് പൗഡർ ഉപയോഗിച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഇതേപോലെ ബാക്കി 2 പീസും ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഇത് ഉണങ്ങിയ ശേഷം ഒന്നുകൂടി പുട്ടിയിട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ എല്ലാ പോർഷനും ലെവലായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യം പുട്ടിയിട്ട് ഉണക്കിയെടുത്തതാണ്. ഇതൊന്ന് സ്മൂത്താക്കി എടുക്കാനായിട്ട് ഇതുപോലൊരു ഫയൽ വേണം. ഇവിടെ ഞാൻ 8 ഇഞ്ചിൻ്റെ വുഡ് റാസ്പ് ഫയലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സാൻഡ് പേപ്പേഴ്സ് 80-ൻ്റെയും 120-ൻ്റെയും വേണം. ഫൈനൽ ഫിനിഷ് ചെയ്യാനായിട്ട് 200-ൻ്റെ സാൻഡ് പേപ്പർ കൂടി ഉപയോഗിക്കണം. അത് ഈ ഫയൽ ഉപയോഗിച്ചിട്ട് ഈ റഫായിരിക്കുന്ന പോർഷനെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കണം. പണ്ട് ബിടെക്കിന് ഫസ്റ്റ് ഇയറിൽ വർക്ക്ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്ത് 80-ൻ്റെ സാൻഡ് പേപ്പർ ഇട്ട് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതും ഒരുവിധം സ്മൂത്തായി കഴിയുമ്പോഴത്തേക്കും 120-ൻ്റെ സാൻഡ് പേപ്പർ ഇടാം. ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ടാകും. ചില പോർഷൻസൊക്കെ ഒരുപാട് തിക്നെസ് കൂടിയ പോർഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലെവൽ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ കുറച്ച് ഡാമേജ് ഒക്കെ വരും. കുറച്ച് ക്രാക്സ് ഒക്കെ ഇതിനകത്ത് വീണിട്ടുണ്ട്. ഈ ഡാമേജ് ആയ പോർഷനിൽ മാത്രം നമ്മൾ ഒന്നും കൂടെ പുട്ടിയിട്ട ശേഷം അത് ഉണങ്ങിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും ഈ ഫയലും സാൻഡ് പേപ്പറും ഒക്കെ ഉപയോഗിച്ച് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി.
ഇത് ഭയങ്കര പൊടിയാണ്. അപ്പോൾ അലർജി ഉള്ളവർ മാക്സിമം ചെയ്യാതിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ 3 പീസ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ 3 പീസിൻ്റെയും മുകൾ ഭാഗം കട്ട് ചെയ്ത് ഒറ്റ സർക്കിളാക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ കാർഡ്ബോർഡ് ഷേപ്പിലേക്ക് ഈ 3 പീസും നേരത്തെ പോലെ ഒന്ന് എടുത്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ അളവിലുള്ള ഒരു പേപ്പറിൽ ഒരു സർക്കിൾ വരച്ച് 3 ഈക്വൽ പാർട്സ് ആയിട്ട് മാർക്ക് ചെയ്യണം. അകത്തോട്ടുള്ള 2 പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ലൈൻ അകത്തേക്ക് സെൻട്രൽ വരുന്ന വിധം സർക്കിൾ വെക്കുക. എന്നിട്ട് ഔട്ടർ പോർഷനിലെ 2 ലൈനും ഒരു പേന ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഓരോ പീസും എടുത്ത് സർക്കിൾ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. ഇതേപോലെ തന്നെ ബാക്കി 2 കാലിലും മാർക്ക് ചെയ്യുക. ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഈ ഓരോ പീസും എടുത്ത് അതിൻ്റെ ബേസ് ടേബിളിൽ ഉറപ്പിച്ച ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതേപോലെ വരച്ചെടുക്കണം. സ്കെയിലിൻ്റെ ബേസും ടേബിളിൽ ടച്ച് ചെയ്ത് നിൽക്കണം. ഇതേപോലെ 2 സൈഡിലും പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കണം. എന്നിട്ട് ഒരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ വരയ്ക്ക് കുറച്ച് പുറത്തോട്ട് മാറ്റി വേണം കട്ട് ചെയ്ത് കളയാനായിട്ട്. ഇപ്പം ഞാൻ 3 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പോർഷൻസ് കുറച്ച് പേപ്പർ കട്ടറും ഫയലും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ഈ എല്ലാ പീസും ഞാൻ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 3ഉം കൂടി ഗ്ലൂ തേച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് കറക്റ്റായിട്ട് ജോയിൻ്റ് ആകാനായിട്ട് ഒരു ചരട് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കെട്ടിവെക്കണം. ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ബേസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് വലിയ പേപ്പർ ട്യൂബ്സ് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കണം. ഇതിൻ്റെ കുറച്ച് വലുപ്പമായി കഴിയുമ്പോൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാലുകൾ ഇതിൽ വെച്ച് നോക്കണം. ഇപ്പോൾ സൈസ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് പേപ്പർ ട്യൂബ്സ് കൂടി ഒട്ടിച്ചെടുക്കണം. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കാം. ഇത് ഉണങ്ങിയ ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഫയൽ ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ ചെയ്യാനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യുക. ഇതിൻ്റെ സൈഡിലെ പേപ്പർ കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. എങ്കിലും ഇത് ഒട്ടിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. എന്നിട്ട് ഇതേപോലെ മടക്കി ഇതിൻ്റെ ടോപ്പിൽ വെച്ച് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കാലുമായിട്ടൊക്കെ മാച്ച് ചെയ്യുന്നൊരു സൈസിൽ വേണം ഈ പീസ് റൗണ്ട് ചെയ്തെടുക്കാനായിട്ട്. 2 റൗണ്ടിനുള്ള വലുപ്പത്തിനാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യത്തെ റൗണ്ട് എൻഡ് ആവുന്നിടത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ടോപ്പിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. ഇത് ഗ്ലൂ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതേപോലെ വരച്ചെടുക്കണം. എന്നിട്ട് കത്രിക ഉപയോഗിച്ച് ഈ ലോങ് ലൈൻ വരെ കട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ കുറച്ച് വലുതാക്കി ചെയ്യാനായിട്ട് ഒരു റിങ് വേണം. അതിനായിട്ട് ഇതേപോലെ ചെറിയ കമ്പി വയറെടുത്ത് പരസ്പരം ചുറ്റിയ ശേഷം ഒരു ബോട്ടിലിൻ്റെ സഹായത്തോടെ ഒരു റിങ് ആക്കി എടുക്കണം. ഇനി ഈ റിങ് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി ആ ചെറിയ ലൈനിൽ നിൽക്കുന്ന രീതിയിൽ ഈ ഓരോ പീസും മടക്കി ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ എല്ലാ പീസും ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. അവിടെ കുറച്ച് പേപ്പർ ടേപ്സ് കൂടി ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കണം. ഇനി ഇത് ബേസുമായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇതേപോലുള്ള 3 പേപ്പർ റോൾസ് വേണം. ഇനി ഈ 3 പീസും കൂടെ ഇതിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കണം. ഇനി ഇത് ഉണങ്ങിയ ശേഷം ഗ്ലൂ തേച്ച് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. കുറച്ച് പേപ്പർ പീസ് എടുത്തിട്ട് ഇതിലും കൂടി 2-3 ലെയറായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 3-4 ലെയർ ഇതേപോലെ തന്നെ പേപ്പർ പീസസ് നല്ലപോലെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് ചരട് കൂടി ഇതിൻ്റെ മുകളിലൂടെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കാലും ഈ ബേസും കൂടെ ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ചെറിയ തുണിക്കഷ്ണം എടുത്ത് തമ്മിൽ ജോയിൻ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസിലും ടോപ്പിലും കൂടി പുട്ടിയിട്ട് ഉണങ്ങാനായിട്ട് വെക്കാം.
നേരത്തെ ഇതിൻ്റെ കാലുകൾ ഫിനിഷ് ചെയ്ത പോലെ തന്നെ ഇതും ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു. ഞാനിത് മാക്സിമം ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ 2 പ്രാവശ്യം പുട്ടിയിട്ട് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വൈറ്റ് അക്രലിക് എമൽഷൻ 2 കോട്ട് അടിച്ചെടുക്കാം. 1 കോട്ട് അടിച്ച് ഉണങ്ങിയ ശേഷം മാത്രം സെക്കൻഡ് കോട്ട് അടിച്ചാൽ മതിയാവും. ഇത് ഉണങ്ങിയ ശേഷം 200ൻ്റെ സാൻഡ് പേപ്പർ ഇട്ടൊന്ന് സ്മൂത്താക്കി എടുക്കണം. ഇതിലാദ്യം ഗോൾഡ് അക്രലിക്കാണ് അടിക്കുന്നത്. അക്രലിക്കിൻ്റെ പൗഡറാണ്. ഗ്ലൂ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഫ്ലവർ വേസിൽ അടിച്ചു കൊടുക്കാം. ഇതും 2 കോട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ 2 കോട്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബ്ലാക്ക് ലീഫിൻ്റെ ഡിസൈനാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫോം ഷീറ്റിൽ ലീഫിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് അക്രലിക് പെയിൻറ്റ് ഒരു ഫ്ലാറ്റ് സർഫസിൽ തേച്ച് കൊടുത്ത ശേഷം ഈ ലീഫ് ഇതിൽ മുക്കിയ ശേഷം ഇതേപോലെ ഫ്ലവർ വേസിൽ പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതൊന്ന് ഉണങ്ങിയ ശേഷം വാർണിഷ് കൂടി അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിമനോഹരമായ ന്യൂസ് പേപ്പർ ഫ്ലവർ വേസ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും വ്യത്യസ്തമാർന്ന വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.